എഴുതാനുള്ള പ്രചോദനം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഞാൻ 35 എന്റെ 35-ാം വയസ്സിലാണ് സിവിൽ സർവീസ് എഴുതാമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അതിന്റെ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് എനിക്ക് 2 പെൺകുട്ടികളാണുള്ളത്. അപ്പോൾ എനിക്ക് അവർക്ക് കാണിച്ചു കൊടുക്കണമായിരുന്നു ഏതൊരു നമ്മളുടെ ആഗ്രഹങ്ങളും ഏത് സാഹചര്യത്തിൽ നിന്നും നേടിയെടുക്കാനാകുമെന്ന്. എന്റെ മക്കൾക്ക് ഒരു ചെറിയ റോൾ മോഡൽ ആകാൻ വേണ്ടി തന്നെയാണ് ഞാനത് തുടങ്ങിയതും ഇത്രയും കാലം അത് കണ്ടിന്യൂ ചെയ്തത്. മക്കൾക്ക് മാത്രമല്ല സമൂഹത്തുള്ള മറ്റുള്ളവർക്കും കൂടി ഇത് പ്രയോജനം ആവണമെന്നുള്ള രീതി തന്നെയാണ് തുടങ്ങിയത്. മക്കൾക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ അതിലോട്ട് ആഴ്ന്ന് ഇറങ്ങിയപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സർവീസായിട്ടും പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും അങ്ങനെ പിന്നെയാണ് വന്നത്. പക്ഷെ തുടങ്ങിയത് ശരിക്കും എന്റെ മക്കൾക്ക് പ്രചോദനമാവാൻ വേണ്ടി തന്നെയാണ് തുടങ്ങിയത്. സന്തോഷമുണ്ടോ ഇത് കിട്ടിയത്? സന്തോഷം എനിക്കുണ്ട്, പക്ഷെ അതിയായ സന്തോഷമൊന്നും ഇല്ല. സന്തോഷമുണ്ട്. റാങ്ക് ലിസ്റ്റിൽ വന്നതേ കൊണ്ട് സന്തോഷമുണ്ട്. കുടുംബത്തിൽ എന്റെ അച്ഛനും അമ്മ, പിന്നെ ഹസ്ബൻഡ്, എന്റെ 2 മക്കള്. ഹസ്ബൻഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. മക്കളൊക്കെ എങ്ങനെ പഠിക്കുന്നു? മക്കള് മൂത്തയാള് 11 വയസ്സാണ്, ഇനി 6ാം ക്ലാസ്സിലോട്ടാണ്. ഇളയാള് ഇനി 2ാം ക്ലാസ്സിലോട്ട്. മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രചോദനമായിട്ടുള്ള കാര്യങ്ങളും ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, മക്കളാണ് എന്റെ മെയിൻ പ്രചോദനമായിട്ടുണ്ടായിരുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഓരോ പ്രാവശ്യവും ഞാൻ ഫെയിൽ ചെയ്യുമ്പോൾ എനിക്ക് സ്റ്റോപ്പ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. കാര്യം ഞാൻ എപ്പോഴും വിശ്വസിച്ചിരുന്നത് ഐ ആം ആൻസറബിൾ ടു ദം. അവര് വലുതാവുമ്പോൾ ചോദിക്കില്ലേ, അമ്മ ഇത്രയും ഒക്കെ പഠിച്ചിട്ട് അമ്മയ്ക്ക് അത് കിട്ടിയില്ലല്ലോ എന്നൊരു ചോദ്യം ഉണ്ടാകും എന്ന് ഞാൻ ശരിക്കും പറഞ്ഞ ഭയന്നിട്ടുണ്ട്. സോ അതിനൊരു ഉത്തരവായിട്ട് എന്തായാലും എനിക്ക് തോൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു വാശി എനിക്കുണ്ടായിരുന്നു. ഐ ഹാഡ് ടു ഗെറ്റ് ഇൻ ടു ദിസ് ലിസ്റ്റ് സംഹൗ. സോ അതായിരുന്നു മക്കൾ എന്റെ പ്രചോദനം എന്ന് പറയുന്നത്.